ചേച്ചിയുമായിട്ടുള്ള ഈ ഒരു സൗഹൃദ കാലഘട്ടം എൻ്റെ ആത്മീയ ജീവിതത്തിലെ ഒരു നല്ല കാലഘട്ടമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ കുർബാന എന്നും അനുഭവിക്കണമെന്ന് വളരെ ശക്തമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ചേച്ചി പരിശ്രമിക്കുമായിരുന്നു. സിൽവി, ഈശോ അത് സമ്മതിച്ചില്ല കേട്ടോ, അതല്ലെങ്കിൽ ഈശോ അത് സമ്മതിച്ചു, നമുക്കത് മുന്നോട്ട് നീങ്ങാം. ചേച്ചിയുടെ ഒട്ടും വയ്യാത്ത ദിവസങ്ങളെ പോലും ഈശോയുടെ രാജ്യം വളർത്താനായിട്ട് ചേച്ചി ഉപയോഗിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ചേച്ചി പറയും, ഞാനിന്ന് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന്. അഭിമാനിക്കാം. നമ്മുടെ ഇടയിൽ തന്നെ വളർന്ന, നമ്മുടെ ഇടയിൽ തന്നെ ജീവിച്ച ഒരു ചേച്ചി നമുക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം യാചിക്കുവാനായിട്ട് സ്വർഗത്തിൽ ഇന്നുണ്ട് എന്ന ഒരു കാര്യത്തില് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 6 നാം ഇപ്രകാരം വായിക്കുന്നു: അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിച എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. ഈ ഒരു തിരുവചനം സ്വന്തം ജീവിതത്തിൽ ജീവിച്ച് കാണിച്ചു തന്നിട്ടാണ് ജോയ്സി ചേച്ചി നമ്മിൽ നിന്ന് സ്വർഗീയ നാഥന്റെ അടുത്തേക്ക് വേർപിരിഞ്ഞു പോയിരിക്കുന്നത്. ചേച്ചിയുമായിട്ട് എനിക്കുള്ള ബന്ധം വളരെ കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ. ദൈവവചനം ഫേസ്ബുക്കിൽ എഴുതുന്നത് പരസ്പരം വായിച്ചാണ് ഞങ്ങളുടെ സൗഹൃദം ആരംഭിക്കുന്നത്. അതിനുശേഷം വാട്സപ്പിലൂടെ മെസ്സേജുകൾ അയച്ചും വോയിസ് ക്ലിപ്പുകൾ അയച്ചും ഞങ്ങളുടെ ആത്മീയ ബന്ധം കണ്ടിന്യൂ ചെയ്തു. ചേച്ചിയുമായിട്ടുള്ള ഈ ഒരു സൗഹൃദ കാലഘട്ടം എൻ്റെ ആത്മീയ ജീവിതത്തിലെ ഒരു നല്ല കാലഘട്ടമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. ചേച്ചിയുടെ ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ കുറച്ച് കാര്യങ്ങള് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം വളരെ ശക്തമായിരുന്നു. വിശുദ്ധ കുർബാന എന്നും അനുഭവിക്കണമെന്ന് വളരെ ശക്തമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ചേച്ചി പരിശ്രമിക്കുമായിരുന്നു. ഒട്ടും വയ്യാത്ത കാലഘട്ടത്തിൽ പോലും ചേച്ചി വിശുദ്ധ കുർബാനയ്ക്ക് പോകുവാനായിട്ട് ശ്രമിക്കുമായിരുന്നു. ചില ദിവസങ്ങളിലെല്ലാം എനിക്ക് ടെക്സ്റ്റ് ചെയ്യുമായിരുന്നു, സിൽവി, ഞാൻ ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയാണ്, പക്ഷെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും എനിക്ക് ശക്തിയില്ല. ഏറ്റവും ഭക്തി ആദരത്തോടുകൂടി വിശുദ്ധ കുർബാന കൂടുവാൻ സാധിക്കാനായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന്. ഒട്ടും വയ്യാതെ കിടന്ന കാലഘട്ടങ്ങളിലെല്ലാം ബഹുമാനരായ വൈദികർ വഴിയായിട്ട് ഈശോയെ ലഭിക്കുവാൻ കിട്ടുന്ന ഓരോ ദിവസവും പുണ്യപ്പെട്ടതായിട്ടാണ് ചേച്ചി എന്നെ എഴുതി അറിയിച്ചുകൊണ്ടിരുന്നത്. ചേച്ചിയിൽ കണ്ട മറ്റൊരു സവിശേഷത തിരുവചനമാകുന്ന ഈശോയോടുള്ള അതിയായിട്ടുള്ള ദാഹമാണ്. ഈശോ വചനത്തിലൂടെ എന്നോട് സംസാരിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചവളായിരുന്നു ചേച്ചി. ചേച്ചി തന്നെ പങ്കുവച്ചിട്ടുണ്ട്, ചെറുപ്പ കാലഘട്ടത്തില് സുവിശേഷവുമായിട്ട് വിശുദ്ധ ബൈബിളുമായിട്ട് വീടുകളിൽ കയറി ഇറങ്ങുന്ന ഒരു മിഷണറി ഗ്രൂപ്പിൽ നിന്നാണ് ചേച്ചിക്ക് ആദ്യത്തെ ബൈബിൾ ലഭിച്ചത്. അതിനുശേഷം ചേച്ചി വചനം വായിച്ചുകൊണ്ടേയിരുന്നു. ചേച്ചിയുടെ ജീവിതത്തെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, വചനം വായിച്ച് ചേച്ചി വചനമായി തീർന്നുവെന്ന്. എന്റെ ഒരു എക്സ്പീരിയൻസിൽ പലതവണ ഞാൻ ചേച്ചിയോട് പ്രാർത്ഥനാ സഹായങ്ങളും അതല്ല ചേച്ചിയുടെ ജീവിതത്തിൽ തന്നെ ചില കാര്യങ്ങളില് അഭിപ്രായങ്ങളും എല്ലാം ചോദിക്കുമ്പോൾ ചേച്ചി ഒരിക്കലും എനിക്ക് അപ്പൊ തന്നെ മറുപടി തരത്തില്ലായിരുന്നു. ചേച്ചി പറയും, ഞാനിന്ന് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ആള് പോകുന്നത് തിരുവചനം എടുത്ത് വായിക്കാനാണ്. ഒരു 1.5-2 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് മറുപടി കിട്ടും, സിൽവി, ഈശോ അത് സമ്മതിച്ചില്ല കേട്ടോ, അതല്ലെങ്കിൽ ഈശോ അത് സമ്മതിച്ചു, നമുക്കത് മുന്നോട്ട് നീങ്ങാം എന്നിങ്ങനെ മറുപടി തരുമായിരുന്നു. ചേച്ചി പറഞ്ഞ മറുപടിക്ക് താഴെയായിട്ട് ഈശോയുടെ തിരുവചനം ചേച്ചി എഴുതിയിടുമായിരുന്നു. ഏത് വചനമാണ് ഈ ഒരു തീരുമാനം എടുക്കുവാനായിട്ട് ചേച്ചിയെ ഈശോ പ്രചോദിപ്പിച്ചതെന്ന് ചേച്ചി എപ്പോഴും പങ്കുവെക്കുമായിരുന്നു. ഈശോ ഇറങ്ങി വന്ന് സ്വന്തം ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതാ മകളെ നിനക്കുള്ള വഴി എന്ന് കാണിച്ചു തരുന്ന ഒരു എക്സ്പീരിയൻസ് ചേച്ചിയുടെ വചന വായനയിൽ ഞാൻ ദർശിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ചേച്ചിയിൽ കണ്ട ഒരു വലിയ സവിശേഷത എന്ന് പറയുന്നത് ഈശോയുടെ സുവിശേഷം പങ്കുവെക്കുവാനായിട്ട് ചേച്ചിയിൽ ഉണ്ടായിരുന്ന ആത്മധൈര്യമാണ്. അനാരോഗ്യത്തിലും
ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടുകളിലും എല്ലാം ഈശോയെ പങ്കുവെക്കുന്നതിൽ ചേച്ചി ഒട്ടും മടി കാണിച്ചില്ല. ചേച്ചിയുടെ ഒട്ടും വയ്യാത്ത ദിവസങ്ങളെ പോലും ഈശോയുടെ രാജ്യം വളർത്താനായിട്ട് ചേച്ചി ഉപയോഗിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ചിലപ്പോൾ ഒട്ടും വയ്യാത്ത ദിവസങ്ങളിലാണ് ചേച്ചിയുടെ ഏറ്റവും നല്ല പോസ്റ്റുകൾ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ ടെക്സ്റ്റുകൾ വഴി അറിയാം ചേച്ചിക്ക് ഒട്ടും വയ്യാത്ത ദിവസമാണെന്ന്. പക്ഷെ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ ഈശോയെ കുറിച്ച് പ്രഘോഷിച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ചേച്ചി തന്നെയാണോ ഇതെല്ലാം ചെയ്യുന്നതെന്ന്. ഒരു ദിവസം ചേച്ചി എനിക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്ത് പറഞ്ഞു, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ചേച്ചിയുടെ എക്സ്പീരിയൻസ് പങ്കുവെക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ സൂം മീറ്റിംഗിൽ എഴുന്നേറ്റിരിക്കാൻ പോലുള്ള ആരോഗ്യം എനിക്കില്ല മോളെ, പക്ഷെ ഈശോയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ എസ് പറഞ്ഞുവെന്ന്. ആ ഒരു വൈകിട്ട് അന്ന് ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ആ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ എനിക്ക് യാതൊരു ആരോഗ്യവും ഇല്ലാതെയാണ് ഇരുന്നത്. എങ്ങനെ ഞാൻ ഇത് പറയും, എങ്ങനെ ഞാൻ ഇവരോട് സംസാരിക്കും, അതിനുള്ള ആരോഗ്യം പോലും എനിക്കില്ലല്ലോ എന്ന് കരുതിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വന്ന് നിറയുന്നതും ഈശോ എന്നെ ഏറ്റെടുക്കുന്നതും ഞാൻ അനുഭവപ്പെട്ടു. ചേച്ചി പറയുന്നു, ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് അന്ന് വൈകിട്ട് ആ ഒരു വീഡിയോ അയച്ചു കൊടുത്തപ്പോഴാണ് ചേച്ചിക്ക് പോലും മനസ്സിലാവുന്നത് ഈശോ എന്തുമാത്രം കാര്യങ്ങളാണ് ചേച്ചിയിലൂടെ അന്ന് പ്രഘോഷിച്ചതെന്ന്. അത്രമാത്രം ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് ഈശോ സ്വന്തം ശക്തിപ്പെടുത്തുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ചേച്ചിയുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. ചേച്ചി അതോടൊപ്പം തന്നെ പങ്കുവെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ജേസൺ ചേട്ടൻ ചേച്ചിയുടെ ജീവിതത്തിൽ കൊടുത്തിട്ടുള്ള വലിയ സപ്പോർട്ട്. ചേച്ചി എപ്പോഴും പറയുമായിരുന്നു, എന്നെ വിശുദ്ധ കുർബാനയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചേട്ടൻ കാണിക്കുന്ന ഉത്സാഹം ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയാണ്. ചേട്ടനാണ് എന്റെ വിശുദ്ധ ജീവിതം വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളിലും പരാതി കൂടാതെ ചേട്ടൻ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ചേച്ചി പങ്കുവെക്കുമായിരുന്നു. ജീസസ് യൂത്തിലൂടെ വളർന്നു വന്നതുകൊണ്ട് തന്നെ ചേച്ചിക്ക് ജീവനോട് വളരെ സ്നേഹമായിരുന്നു. നല്ലൊരു പ്രോലൈഫായിരുന്നു ചേച്ചി. ചേച്ചി എപ്പോഴും പറയുമായിരുന്നു, കുഞ്ഞുങ്ങളുടെ ആത്മീയ ജീവിതത്തെ കുറിച്ചാണ് ഞാൻ എപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കുന്നതെന്ന്. എന്നോടും ചോദിക്കുമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥിക്കണോ എന്ന്. ഇന്നത്തെ ഒരു സെക്കുലർ കാലഘട്ടത്തില് നമ്മൾ ഔദ്യോഗികമായിട്ടും അല്ലെങ്കിൽ എഡ്യൂക്കേഷണലായിട്ടും ഒക്കെ ഉള്ള ഗോവണികൾ കയറ്റിവിടാനായിട്ട്